നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ആൻസറും ആവും. അതുപോലെ തന്നെ എനിക്കൊരു കണ്ടന്റിലുള്ള കണ്ടന്റും ആവും. അതാണ് ഈ 3 മാസം കൊണ്ട് എനിക്കായിട്ടുള്ളത്. അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. അപ്പം നല്ലോണം വ്യൂസ് ഉള്ളവർക്ക് നല്ലോണം ആവും. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ആ മൈക്കിനാണെങ്കിൽ എന്തോ കര സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുള്ളവരായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരായിരിക്കും. ഹായ് ഹലോ, അപ്പൊ ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 പേർക്കുള്ള ഒരു ഡൗട്ടും അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ ഒന്ന് കൂട്ടിക്കോ. അപ്പം അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അപ്പൊ ഞാൻ ഈ മൈക്ക് കൊടുത്തിരിക്കുന്നോണ്ടൊന്നും വിചാരിക്കേണ്ട, കാരണം മുടി അഴിച്ചിട്ട് മൈക്ക് പുറത്താക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നോക്കണം സൗണ്ട് ഉണ്ടോ, എന്നിട്ട് വേണം ബാക്കി വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ അച്ചുമാ അപ്പൊ പറഞ്ഞു തന്നെ മറന്നുപോയി ഈശ്വര. ഹലോ, അപ്പം ഞാൻ പുറത്ത് പോയിരുന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. മൈക്ക് ഉണ്ടല്ലോ, അപ്പം നമുക്ക് പുറത്ത് പോയിരുന്ന് വീഡിയോ ചെയ്യാം, അതാകുമ്പം കുറച്ച് ക്ലിയർ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ പുറത്ത് ഇവിടുത്തെ അത്ര പോലും ക്ലിയർ ഇല്ല. അത് ലൈറ്റ് അടിച്ചിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് മുഖത്തേക്ക് ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ട്. ഒരുമാതിരി പുറകെ ഇങ്ങനെ മുഖം കാണാത്ത പോലെ ലൈറ്റ് അടിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ ഞാൻ മറ്റേ മൈക്ക് കുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ആ മൈക്കിനാണെങ്കിൽ എന്തോ കര സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാനിത് ആദ്യം ഇടണോ വേണ്ടോ എന്ന് ചിന്തിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അച്ചൂടെ വർത്താനം പറഞ്ഞിട്ടാണെങ്കിൽ എനിക്കൊന്നും പറയാനുള്ളത് മറന്നു പോവാണ്. അപ്പം ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കാര്യം, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയോ, ഡോളർ വരുന്നുണ്ടോ, എത്രയായി, അത് 2-3 പേര് സംശയം കേട്ടോ. കുറേ പേരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോർട്സിലും അല്ലാതൊക്കെ കമൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? കാരണം അവരൊക്കെ എന്നും എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നതിന് നമ്മൾ തിരിച്ച് ആൻസർ കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമാണ്. പിന്നെ കമൻ്റ് ആയിട്ടൊക്കെ ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കമൻറ്റ് ഇടുമ്പം അതുപോലെ തന്നെ യൂട്യൂബിൽ പോയി നോക്കുമ്പോൾ എനിക്ക് വന്നിട്ടുള്ള കമൻറ്റ്, ആദ്യം വന്ന കമൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി വന്നിട്ടുള്ള കമൻറ്റുകളൊന്നും എനിക്ക് കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മേലെ ഇങ്ങനെ കാണും, പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഒരു കമൻറ്റ് കാണില്ല ചില സമയത്ത്. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ നമുക്കൊരു വീഡിയോ ആക്കി ചെയ്യാതെ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ കൂട്ടിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം കുറേ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലേ. ഇപ്പം എൻ്റെ കസിൻസ് ആണെങ്കിൽ തന്നെ അവർക്ക് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് തുടങ്ങിക്കോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറയാനുള്ളൊരു ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയാം, ആദ്യം തന്നെ ആരെ മൈൻഡാക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നെഗറ്റീവ് പറയുന്നവരെ മൈൻഡാക്കാതിരിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവരായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരായിരിക്കാം, ഫുള്ള് നെഗറ്റീവ് അടിക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്നും മൈൻഡാക്കാൻ ഞാൻ ശരിക്കും എനിക്ക് അത്യാവശ്യം ഇതുള്ള ആളാണ്. എന്നാൽ പോലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും, അയ്യോ വേണോ, രണ്ട് മനസ്സായിരിക്കും. പിന്നെ അപ്പം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ 2 മനസ്സായിരിക്കും എനിക്കുണ്ട്. അപ്പം ഞാൻ ആദ്യം ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ അടുത്ത് എൻ്റെ കസിൻ ബ്രദേഴ്സൊക്കെ ഉള്ളു, അവരിങ്ങനെ തമാശ പോലെ എൻ്റെ അടുത്ത് പറയും, ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ, എന്തിനും ഇതൊക്കെ തുടങ്ങുന്നതെന്നൊക്കെ അങ്ങനെ ചോദിക്കും. പക്ഷേ ആ സമയത്ത് എനിക്കത് കേട്ടപ്പോൾ മനസ്സിലൊരിതുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് പറയില്ലല്ലോ, എടാ നീ എന്തിങ്ങനെ പറയുന്നതെന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ എനിക്കത് മനസ്സിലുണ്ടായിരുന്നു, ഇവരിങ്ങനെ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ തുടങ്ങിയിട്ട് ഇതായില്ലെങ്കിൽ മോശമല്ലേ, നാണക്കേടല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടോ. പക്ഷെ എന്തോ ഒരു ദൈവഭാഗ്യം കൊണ്ട് എൻ്റെ ചാനൽ എത്ര മാസം കൊണ്ട്, അത് ഞാൻ മറന്നുപോയി, ചെറിയ മാസം കൊണ്ട് 4-5 മാസം കൊണ്ട് തന്നെ മോണിറ്റൈസ് ആയി. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡോളർ കയറുന്നുണ്ടോ ജസ്റ്റ് ഡോളർ കയറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും തുടങ്ങുക. നിങ്ങൾക്കൊരു തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തുടങ്ങുക. അതുപോലെ തന്നെ ഷോർട്സിൽ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 3 മാസം കൊണ്ട് 10 മില്യൺ വേണമല്ലോ. അപ്പം അത് നിങ്ങൾക്ക് അങ്ങനെ 10 മില്യൺ ആവും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ചെയ്യുക. അല്ലെങ്കിൽ ലോങ് വീഡിയോ തന്നെ നോക്കുക. അതാകുമ്പം 1 വർഷം കൊണ്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ. ഇപ്പം എന്തെല്ലോ ക്രൈറ്റീരിയ വ്യത്യാസം വന്നെന്ന് തോന്നുന്നു, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, വന്നിട്ടുണ്ട് തോന്നുന്നു. അപ്പം ആരെങ്കിലുമൊക്കെ യൂട്യൂബ് എടുക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ യൂട്യൂബ് നമ്മൾ ചാനൽ തുടങ്ങുക. അതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ എന്താണ്, നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഹാഫ് മോണിറ്റൈസേഷൻ്റെ കാര്യം, അതിലതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴേ എനിക്കൊരിതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തുടങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് മോണിറ്റൈസ്, എനിക്ക് ആകെ അറിയുന്ന കാര്യം 1000 സബ് ഉണ്ടെങ്കിൽ
പൈസ കിട്ടുന്നതാണ്. പക്ഷെ ഞാൻ ആദ്യം വെച്ചാൽ അത് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷെ എത്ര വാച്ച് അവർ ആവണമെന്നോ അതൊന്നും അതിനെ പറ്റിയിട്ടൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്ന സമയത്ത്, തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമൊന്നും ആയിട്ടില്ല. അപ്പം തുടങ്ങുന്ന സമയത്ത് എനിക്ക് അത്രയൊന്നും അറിയില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് അറിയുന്നത് ലോങ് വീഡിയോസിന് 4000 വാച്ച് അവർ വേണം, അതൊരു കൊല്ലം കൊണ്ട്. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂസ് വേണം എന്നുള്ളത്. അപ്പം ഞാൻ ചിന്തിച്ചു എന്തായാലും 10 മില്യൺ വ്യൂസ് എനിക്ക് ഷോർട്സിൽ എനിക്ക് എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു കണ്ടന്റ് ഇല്ല. ഇതിന് യൂട്യൂബിന് വേണ്ടത് തന്നെ ഒരാളുടെ ഒരു ചാനലിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ളൊരു കണ്ടൻറ്റാണ്. പക്ഷേ എൻ്റെ ചാനലിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് ഇല്ല. നമ്മുടെ ലൈഫ് ചെയ്യുന്നു അത്ര തന്നെ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ എവിടെ നിന്നൊക്കെ കിട്ടുന്ന വീഡിയോസ് ഇടും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിക്കും അങ്ങനെങ്കിലും അതിനെങ്കിലും വ്യൂസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള റവന്യൂ നമുക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് കേട്ടോ. അപ്പം ഇതിന് മുന്നേ മോണിറ്റൈസ് ആവുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാൻ പുറത്തുനിന്നുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തിട്ടാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിന് മുന്നേ എൻ്റെ വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് പുറത്തുനിന്നുള്ളതൊക്കെ എടുത്തിടും. അപ്പോൾ ചെറുതായിട്ട് റീച്ച് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഷോർട്സിന് അഥവാ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു ഇതേ ഉള്ളൂ കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മളെടുത്ത് അതേ കണ്ടന്റ് വേറൊരാൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വരുത്തി ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് കിട്ടണമെന്നില്ല. ഞാനെടുത്ത കണ്ടന്റിന് ചില സമയത്ത് മറ്റേ ഇടി വെട്ടിയപ്പോൾ അല്ല എന്തോ ചൊല്ലില്ലേ ചക്കിയിട്ടപ്പോൾ മുല എത്തുമെന്ന് പറയുന്ന പോലെ ചില സമയത്ത് വ്യൂസ് കയറാറുണ്ട്. ചിലപ്പോൾ 10K 20K 30K അങ്ങനെയൊക്കെ കയറുന്ന സമയത്ത് അതിനനുസരിച്ച് നമുക്ക് സബ് കൂടും. അതാണ് ഒരു ഉപകാരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസ് ആവാത്തവർക്ക്. അപ്പോൾ എനിക്കിപ്പോൾ മോണിറ്റൈസ് ആയതുകൊണ്ട് സബും കയറുന്നുണ്ട്, അതുപോലെ തന്നെ റവന്യൂയും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഇപ്പോൾ എനിക്ക് തന്നെ ഞാൻ ചാനൽ ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഇടുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാനിങ്ങനെ പറയുന്നത് അവർക്ക് എന്തോ പോലെ ആവുമോ, അല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരിതായിരിക്കുമോ, ഇഷ്ടപ്പെടില്ലല്ലോ, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ, അങ്ങനത്തെ ഒക്കെ മൈൻഡായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. കാരണം കാണുന്നവർ കണ്ടാൽ മതി, ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ചെയ്താൽ മതി, ഇഷ്ടമില്ലാത്തവർ കാണണ്ട, അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരേപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ കോമഡി ആയിട്ട് ചെയ്യും, അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ചെയ്യണം, എന്നാലൊക്കെ കയറുള്ളൂ അങ്ങനെ ഇങ്ങനെ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം ഞാനിടുന്ന വീഡിയോസ് ആണെങ്കിലും അത് ഞാൻ ചെയ്യുന്ന ക്രിയേറ്റിംഗ് ആണ്, എൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ വീഡിയോസ് എടുക്കുന്നു, അത് മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൽ വോയിസ് കൊടുത്തിട്ടൊക്കെ വെച്ചാൽ നമ്മുടെ ക്രിയേഷനാണത്. അതിനും കണ്ടന്റ് ക്രിയേറ്റ് തന്നെയല്ലേ പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തുടങ്ങാം. അപ്പം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കിപ്പോൾ ഞാൻ എന്താ വീഡിയോ ഇടണ്ടേന്ന് പോലും എനിക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയൊരു കാര്യങ്ങളൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ മോണിറ്റൈസ് ആയ സമയത്ത് ഇട്ട വീഡിയോസിൻ്റെ ഇടയിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് അല്ല അവരിങ്ങനെ ഡൗട്ട് പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത് വെച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എനിക്ക് അതിനൊന്നുള്ളൊരു ഇത് കിട്ടുന്നില്ല. അപ്പം ഞാനിപ്പോൾ 2-3 കമൻറ്റ് ഞാൻ എടുത്ത് വായിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ബൈക്കിൽ എത്ര ദൂരം വേണമെങ്കിലും പോകും. അങ്ങനെയൊക്കെ ഭയങ്കര കാറും അങ്ങനത്തെ ഒന്നുമല്ല, ബൈക്കിൽ എത്ര ദൂരം വേണമെങ്കിൽ പോകും, അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ നമ്മളിപ്പം ട്രാവൽ ചെയ്ത് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പൈസ നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടേ. ഇപ്പം എൻ്റെ സ്വന്തം നാട്ടിൽ ഈ ബുൾജെറ്റ്, അങ്ങനെ കുറേ പേരുണ്ട്, ഈ ബുൾജെറ്റ്, മല്ലു ട്രാവലർ, അവരൊക്കെ നാട്ടിൽ നിന്നാണ് ഞാനും. അതുപോലെ തന്നെ സായുധ സംഗീത ഫാമിലി, അവർ അതുപോലെ ഇരുത്തി, അതാണ് എൻ്റെ നാട്. അപ്പോൾ അറിയുന്നവർക്കറിയാം. അപ്പോൾ അവിടെ തന്നെയാണ് നമ്മളും. അപ്പം നമുക്ക് ഇതുപോലെ ട്രാവൽ ചെയ്ത് വീഡിയോ എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എക്സ്പെൻസിനുള്ള ഇത് വേണമല്ലേ. അപ്പം നമുക്കത് തൽക്കാലം ഇല്ലാത്തതുകൊണ്ട്, അത്രയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ അതുമല്ല ഉള്ളത് അതിന് വേണ്ടി തൽക്കാലം ചിലവാക്കിയാൽ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും കിട്ടണം നിർബന്ധമില്ല. കാരണം അങ്ങനെയാണ്. ഇപ്പം എൻ്റെ വീഡിയോസിന് ചില വീഡിയോസിന് 1K അടിച്ചാൽ പിറ്റേത്തെ വീഡിയോസിന് 50 വ്യൂസ് 40 വ്യൂസ്. ഇന്നലല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുന്നേ ഇട്ട വീഡിയോക്ക് ഇതുവരെ 30 വ്യൂസ്. കാരണം അതിലൊന്നും ഉണ്ടാവില്ല. അത് ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല, യൂട്യൂബിനെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലേ നമുക്കതിൽ കാര്യമുള്ളൂ. ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ കുറഞ്ഞു പോകുള്ളൂ. അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വലിച്ചു വാരി ഇടരുതെന്ന് പറയും. പക്ഷേ എനിക്ക് നോക്കിയിട്ട് വലിച്ചു വാരിയിട്ടാണെങ്കിൽ എന്തിട്ടാലും യൂട്യൂബ് വലിച്ചു വാരി ഇടരുതെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നോക്കിയിട്ട്. അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതി ഞാൻ ഇടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടാറുണ്ട്. ഇനിയിപ്പോൾ എന്നെ യൂട്യൂബ് അടിച്ച് പുറത്താക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പം എന്നെപ്പോലെ തന്നെ ഇടുന്നവരെ കാണുമ്പോൾ അതെനിക്കൊരു സമാധാനം. എനിക്ക് കൂട്ടായിട്ട് ഇങ്ങനെ ആൾക്കാരുണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറെന്തോ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കുന്നത്, അപ്പം ഞാൻ ഡോളർ എത്രയായെന്ന് പറയാം. എനിക്ക് ഇതുവരെ ഇത്രയും 3 മാസം എനിക്ക് മോണിറ്റൈസ് ആയിട്ട്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ ഒരു മാസം കൊണ്ട് തന്നെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ടല്ലേ. എനിക്ക് ഈ 3 മാസം കൊണ്ട് ആകെ ആയിട്ടുള്ളത് $20 അകത്താണ്. അപ്പം നിങ്ങളത് കൺവേർട്ട് ചെയ്ത് നോക്കിക്കോ. ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോളറിൻ്റെ കണക്കിലല്ല വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കറിയാം എത്ര പൈസയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. കാരണം ഞാൻ ഡോളർ മാറ്റിയിട്ട് ഇന്ത്യൻ റുപ്പിയാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഏകദേശം ഒരു എസ്റ്റിമേറ്റ് റവന്യൂ ആണ് അവർ പറയുന്നത്. അപ്പം ഇത് $20 അകത്ത് മാത്രമാണ് കേട്ടോ. 15-നും 20-നും ഇടയിലുള്ള ഒരു ഡോളറാണ് ഈ 3 മാസം കൊണ്ട് എനിക്കായിട്ടുള്ളത്. അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. അപ്പം വ്യൂസ് ഉള്ളവർക്ക് നല്ലോണം ആവും കേട്ടോ. പക്ഷെ ഞാനതിൽ സങ്കടപ്പെടുന്നൊന്നുമില്ല. കാരണം $1 1 കിട്ടുന്നുണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം 30 രൂപയോ 20 രൂപയുടെ മേലെ എന്തായാലും ദിവസം കിട്ടുന്നുണ്ട്. അപ്പം $1 നമുക്ക് വെറുതെ കിട്ടുന്ന പൈസയാണല്ലോ. വെറുതെ അല്ല, നമ്മുടെ അധ്വാനം ഉണ്ട്, എന്നാൽ പോലും നമുക്ക് പൈസ മുടക്കില്ലാതെ കിട്ടുന്ന കാര്യമല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് 4K സബ് ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വ്യൂസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂസ് കൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 3-4 കൊല്ലം കൊണ്ട് നമുക്ക് എന്തായാലും ചിലപ്പം ഒരു ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഇതാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അഥവാ പെട്ടെന്ന് നമ്മുടെ ഫോണെങ്ങാനും പോയാലുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഞാനതൊക്കെ ചിന്തിക്കും കേട്ടോ. ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പോകില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വേണ്ടവർ പറഞ്ഞാൽ മതി, അതിപ്പോൾ യൂട്യൂബൊക്കെ അടിച്ചു നോക്കിയാലും കിട്ടും. ഞാനതുപോലെ തന്നെയാണ് നോക്കിയത്. അപ്പോൾ അതെന്തായാലും ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള ഐഡിയകളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഡോളർ മോണിറ്റൈസ് ആയോ? ആ മോണിറ്റൈസ് ആയി. ഇപ്പോൾ ഡോളർ കയറുന്നുണ്ട്. എത്ര ഡോളറായി? 20-നും 15-നും 20-നും ഇടയിലായിട്ടുണ്ട്. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ്ട, മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മോട്ടിവേഷനായിട്ട് എടുക്കാം വേണമെങ്കിൽ. കാരണം ആരെയും മൈൻഡാക്കാതെ നമുക്കൊരു കാര്യം ചെയ്യണം തോന്നിയാൽ അതിൻ്റെ പുറകെ നടക്കുക, അല്ലാതെ മറ്റുള്ളവരെ മൈൻഡാക്കാതിരിക്കുക. അതാണ് മെയിനായിട്ട്. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ആരും ഇല്ലാന്ന് തോന്നുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും ഞാനും അങ്ങനത്തെ ഒരു മൈൻഡാണ്. മറ്റുള്ളവർ പറയുന്നത് ഞാൻ മൈൻഡ് ആക്കുകയേ ഇല്ല. എനിക്കെന്താണ് ശരി അതാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാനും. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ എന്നാലും ഞാൻ ചിന്തിക്കും ഇടയ്ക്ക്, അയ്യോ എന്നാലും അത് വേണോ, എന്നാലും ഞാൻ രണ്ടാമതൊന്നും കൂടെ ചിന്തിക്കും. അങ്ങനെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ആക്കൂല, എന്നാലും ഇടയ്ക്കൊരു തോന്നലുണ്ടല്ലോ, വേണോ, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ധൈര്യമായിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോഴായാലും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എന്ന് വരുന്ന എനിക്കറിയില്ല. അപ്പോൾ ബൈ. അയ്യോ, അതിന് മുന്നൊരു കാര്യം പറയാൻ മറന്നുപോയി. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളാം. അപ്പം നിങ്ങൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരവും ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുള്ളൊരു ആൻസറും ആവും. അതുപോലെ തന്നെ എനിക്കൊരു കണ്ടൻറ്റും ആവും. അപ്പം ആർക്കെങ്കിലുമൊക്കെ ചോദിക്കാനായിട്ട് ചോദിച്ചോട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.